മത്സരത്തിൻ്റെ 60-ാം മിനിറ്റിൽ യുവ സൂപ്പർ താരം നിക്കോ പാസനക്ക് പകരക്കാരനായിക്കൊണ്ട് സ്കലോണി ലിയണൽ മെസ്സിയെ ഗ്രൗണ്ടിലേക്ക് വിടുന്നു. കൃത്യം 19 മിനിറ്റുകൾക്ക് ശേഷം ഫുട്ബോൾ ലോകത്തെ വീണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ട് അയാൾ ഇത്തവണ ഫ്രീ കിക്കിലൂടെ വലകുലുക്കിയിരിക്കുന്നു. വേൾഡ് കപ്പിലെ ആദ്യ 3 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ അഥവാ ഗ്രൂപ്പ് റൗണ്ട് അവസാനിക്കുമ്പോൾ 6 ഗോളുകളുമായി ലിയോ മെസ്സിയാണ് ഗോൾഡൻ ബൂട്ടിൽ 1-ാം സ്ഥാനത്ത്. ഇന്നെങ്ങാനും ലിയോ മെസ്സി മുഴുവൻ സമയവും കളത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഹാട്രിക്കും അതിനപ്പുറവും അടിച്ചേനെയെന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. കാരണം അത് മെസ്സിയാണ്. ഗോൾഡൻ ബൂട്ട് റേസിൽ ബ്രസീൽ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ 4 ഗോളുമായുണ്ട്. എംബാപ്പയും 4 ഗോളുമായി മെസ്സിക്കു പിന്നാലെ. ഡെംബലെയും 4 ഗോൾ, എർലിംഗ് ഹാലൻഡും 4 ഗോൾ. പിള്ളേരെ എല്ലാം പിന്നിലാക്കി ഒരു 39-കാരനാണ് ഗോൾഡൻ ബൂട്ട് റേസിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒരു 39-കാരൻ്റെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ ഈ വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും അയാളുടെ കാലുകളിൽ നിന്നും എത്ര ഗോളുകൾ പിറക്കും? കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. ലിയോ മെസ്സി ഇന്ന് മത്സരത്തിൻ്റെ 80-ാം മിനിറ്റിൽ നേടിയ മനോഹരമായ ഫ്രീ കിക്ക് ഗോളിന് ശേഷം സൂപ്പർ താരമായ എർലിംഗ് ഹാലൻഡ് സ്നാപ്ചാറ്റിൽ പങ്കുവച്ച മെസ്സേജ് തന്നെയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വീണ്ടും വൈറലായിരിക്കുന്നത്. ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഒരു തലമുറ മാറ്റത്തിൻ്റെ കാലമാണ്. എർലിംഗ് ഹാലൻഡും കീലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറുമെല്ലാം അഴിഞ്ഞാടുന്ന കാലം. പക്ഷേ അവർ എത്രയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാലും ഫുട്ബോളിൻ്റെ ഇതിഹാസം ലയണൽ മെസ്സിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. ഇന്ന് നടന്ന മത്സരത്തിൽ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായ എർലിംഗ് ഹാലൻഡിൻ്റെ സ്നാപ്ചാറ്റാണ് വൈറലാകുന്നത്. ലിയണൽ മെസ്സിയുടെ ഇന്നത്തെ ഫ്രീ കിക്ക് ഗോളിന് ശേഷം അദ്ദേഹം സ്നാപ്ചാറ്റിൽ കുറിച്ചതിങ്ങനെ: മെസ്സി എന്നെ ഗോൾഡൻ ബൂട്ട് തൊടാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഹാലൻഡ് കുറിച്ചതാണിത്. ഇത് വെറും തമാശയല്ല. അദ്ദേഹം മറിച്ച് ഫുട്ബോൾ ലോകത്തെ യാഥാർത്ഥ്യമാണ് നമ്മളോട് വിളിച്ചോതിയത്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയും നോർവേ ദേശീയ ടീമിന് വേണ്ടിയും ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഒരു യന്ത്രമാണെന്ന് ഹാലൻഡ്. എതിരാളികളുടെ പ്രതിരോധം വേപിച്ച് വലയിലേക്ക് പന്തെത്തിക്കാൻ ഇത്രയധികം മിടുക്കനായുള്ള ഒരു സ്ട്രൈക്കർ ഇന്ന് ലോകത്തില്ല എന്ന യാഥാർത്ഥ്യമായ കാര്യമാണ്. എന്നാൽ ഇപ്പോഴും വ്യക്തിഗത പുരസ്കാരങ്ങളിൽ മെസ്സിയുടെ ഏഴെത്തെത്താൻ ഈ ജനറേഷനിലെ താരങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഈ വേൾഡ് കപ്പ് മാത്രം എടുത്തു നോക്കൂ. യുവതാരങ്ങളാൽ നിബിഡമാണ് ഇന്നത്തെ വേൾഡ് കപ്പ്. ഗോൾഡൻ ബൂട്ട് നേടിയ 95% പേരും യുവതാരങ്ങളാണ്. ഭൂരിഭാഗം വേൾഡ് കപ്പുകളിൽ നമ്മൾ കാണുന്നത് യുവ സൂപ്പർ താരങ്ങൾ ഗോൾഡൻ ബൂട്ട് റാഞ്ചുന്നതാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 24ഉം 25ഉം വയസ്സുള്ള പിള്ളേരെയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് ലിയോ മെസ്സി 6 ഗോളുമായി വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ടിൽ ഒരു വലിയ കുതിപ്പ് തന്നെയാണ് നടത്തുന്നത്. ഇത് തന്നെയാണ് ഇന്ന് ജോർദാനെതിരായുള്ള മത്സരശേഷം മെസ്സിയുടെ ഗോളടി മികവ് കണ്ട് ഹാലൻഡ് സ്നാപ്ചാറ്റിൽ കുറിച്ചതും. മെസ്സി എന്നെ ഈ ഗോൾഡൻ ബൂട്ട് തൊടാൻ സമ്മതിക്കില്ലെന്ന് തോന്നുന്നു. അയാൾ അങ്ങനെയാണ് കുറിച്ചത്. എർലിംഗ് ഹാലൻഡിൻ്റെ ഈ സ്നാപ്പ് നിമിഷങ്ങൾക്കകം തന്നെ ഫുട്ബോൾ ലോകത്ത് വൈറലാവുകയും ചെയ്തു. ഇത്തവണ ആരായിരിക്കും ഗോൾഡൻ ബൂട്ട് നേടുക? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കാണാം.